2 പ്രാവശ്യം അപ്പീൽ ചെയ്തു. ഒരുപാട് പ്രാവശ്യം 5 മിനിറ്റ് കൂടുമ്പോൾ ഞാനിങ്ങനെ അവൻ കൈപൊക്കി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരുന്നിപ്പോൾ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞേക്ക് സാമ്പൻ ഔട്ടായി എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അതിന്റെ മുന്നേ ഇവൻ കൈ ഇങ്ങനെ ആക്കിയിരുന്നു. അതെന്തുകൊണ്ട് ബിഗ് ബോസ് ചോദിച്ചില്ല? ഇത് ഞങ്ങളും ചോദിക്കുന്ന ചോദ്യം തന്നെയാണ്. ആര്യൻ ഒരു ഗെയിമും ഫെയർ ആയിട്ട് കളിച്ചിട്ടില്ല, എല്ലാ ഗെയിമും അലമ്പായിട്ട് കളിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ്. അത്തരം ഗെയിമുകളൊക്കെ ഇവിടെ ജനങ്ങൾ കണ്ടോണ്ടിരിക്കുന്നുണ്ട്. 24/7 എല്ലാവരും കാണാത്തത് കൊണ്ട് ബിഗ് ബോസ് വിചാരിച്ചു ഇതാരും ചർച്ചയില്ല എന്നുള്ളത്. ഏകദേശം രാത്രി 1-1:30 ആയിരുന്നു ആ ഒരു സംഭവം നടന്നത്. ക്യാമറയിൽ പോലും ആ ഒരു സാധനം കാണിച്ചില്ല. അത് നൂറയും അനുമോളും സാബുമോനും ചൂണ്ടിക്കാണിക്കുന്നു, നീ കൈ പൊക്കി എന്നുള്ളത്. അതിന് ആര്യന്റെ ഒരു പുച്ഛഭാവവും പുച്ഛത്തരങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. പക്ഷെ എന്തുകൊണ്ട് ക്യാമറ 24/7 കാണിച്ചില്ല? അതുവരെ വേറൊരു ആംഗിളിൽ നിന്നും മുഴുവൻ കാണിക്കുന്നുണ്ട്. ആ ആംഗിൾ മാറ്റി ഇവർ പറയുന്ന മുഖം മാത്രമാക്കി മാറ്റി എന്നുള്ളതാണ്. അത് തന്നെയാണ് ആര്യന് ഫേവർ ചെയ്തുകൊണ്ട് തന്നെയാണ് ബിഗ് ബോസ് ഈ സീസൺ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആര്യനൊരു കപ്പ് എന്ന് തന്നെയാണ് ബിഗ് ബോസ് 7ന്റെ പേര് എന്ന് പറയേണ്ടി വരും എന്നുള്ളതാണ്. എന്തായാലും നിങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്നിട്ട് ഇതൊന്ന് ചർച്ച ചെയ്തല്ലോ. ഇത് ജനങ്ങൾ കാണാതിരിക്കില്ല എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. കാരണം പകല് നടക്കുന്ന കാര്യങ്ങളൊക്കെ ആരെങ്കിലൊക്കെ ആയിട്ട് സ്ക്രീൻ റെക്കോർഡൊക്കെ ചെയ്തിട്ട് ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നുണ്ട്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. എല്ലാവരും മനസ്സിലാക്കട്ടെ, ആര്യൻ ആ ഗെയിമിൽ ഫെയർ അല്ല, അൺഫെയർ ആയിട്ടാണ് കളിച്ചതെന്നുള്ളത്. ഇനി എന്തായാലും ആ ചർച്ചയിലേക്ക് നമുക്ക് പോകാം. പല കാര്യങ്ങളും ഇവർ തുറന്നു പറയുന്നുണ്ട്. പക്ഷെ അതിന്റെ മുന്നേ ഇവൻ കൈ ഇങ്ങനെ ആക്കിയിരുന്നു. അതെന്തുകൊണ്ട് ആര്യൻ അപ്പീൽ ഇരുന്ന പോലെ എന്താണ് എന്റെ ഷാനവാസക്ക? അവൻ ചെയ്തതിനേക്കാൾ ഇരട്ടിയാണ് പറഞ്ഞത്. അനുമോള് പറഞ്ഞു, അതേപോലെ നൂറ പറഞ്ഞു, സബവും പറഞ്ഞു. നമ്മൾക്ക് ഇത് ക്യാമറയിൽ കാണിച്ചു തരാതിരിക്കുക കൂടി ചെയ്തു. അതായത് അൺഫെയർ ആയിട്ട് തന്നെയാണ് ബിഗ് ബോസ് മുന്നോട്ട് പോയത് എന്നുള്ളതാണ്. ഈ കാര്യം ഏത് രീതിയിൽ ചൂണ്ടിക്കാണിച്ചു നിങ്ങൾ കാണാത്ത ആളുകളുണ്ടെന്ന് ഒന്ന് കണ്ടോക്കി. നീ കൈ വെട്ട് ഇവൻ കൈ വെട്ടടാ. ബിഗ് ബോസ് ഇവൻ എന്താണ് സ്പെഷ്യൽ പരിഗണന കൃത്യമായിട്ട് അയാൾ ചോദിച്ചു. ഞങ്ങൾക്ക് അതന്നെ ചോദിക്കാനുള്ളത്. നിങ്ങൾ രണ്ടാമത്തെ ആംഗിൾ കണ്ടില്ലേ? ഫസ്റ്റ് ആംഗിളിൽ ഇവൻ കൈവിട്ടു എന്ന് പറയുന്നത് വരെ ഇവരുടെ മുഖം മാത്രമേ കാണിച്ചുള്ളൂ, ആര്യനെ കാണിച്ചില്ല. അതുവരെ ആര്യനെ കാണിച്ചിരുന്നു. അതിനുശേഷം പിന്നെയും ആര്യൻ സംസാരിക്കുന്ന സമയത്ത് കാണിക്കുന്നു. ആ ആംഗിൾ നമ്മളെ കാണിച്ചിരുന്നുവെങ്കിൽ കൃത്യമായിട്ട് നമ്മൾക്ക് കാണാൻ കഴിയുമായിരുന്നു. ആദ്യം വലത് കൈ വിട്ടു, പിന്നെ ഇടത് കൈ വിട്ടു എന്നാ പറയുന്നത്. മൈക്ക് ഇടാൻ വേണ്ടി വരുന്നത് ഏകദേശം ഒരു 3 മീറ്റർ അപ്പുറത്ത് നിൽക്കുന്ന ആള് കാണുമ്പോഴേക്കും പൊക്കേണ്ട കാര്യമില്ല. ബിഗ് ബോസ് തന്നെ പറഞ്ഞിട്ടുണ്ട് കൈ മാറ്റി അപ്പൊ തന്നെ മൈക്ക് ഇടണം എന്നുള്ളത്. ഗ്യാപ്പ് പോലും പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത് അടിപൊളി ഷാനവാസ്ക, അടിപൊളി. ഷാനവാസ്ക കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല, ഉറങ്ങുന്നല്ലോ അല്ലേ? നമ്മൾ അപ്പീൽ ചെയ്യണം. പറയേണ്ട കാര്യങ്ങൾ നിരന്തരം ചൂണ്ടിക്കാണിച്ചുകൊണ്ടേയിരിക്കണം. ഒരു പ്രാവശ്യം പറഞ്ഞു പോയാൽ ഇതാരുടെ ശ്രദ്ധയിൽ വരണമെന്നില്ല. ഒരു പ്രാവശ്യം പറഞ്ഞതിന്റെ പൊന്നു ഷാനവാസ്ക നിരന്തരം പറഞ്ഞുകൊണ്ടേയിരുന്നിരുന്നു എന്നുള്ളതാണ്. അവസാനം നൂറയും അവിടുന്ന് ഔട്ടായി പോയതിനു ശേഷം ഇവർ തമ്മിൽ ഒരു ഗെയിം കളിച്ചു. ആ ഗെയിമിന്റെ സമയത്ത് ഇയാൾ കൈ പൊക്കി, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതിനേക്കാളൊക്കെ എത്രയോ മുന്നേ ഈ ഗെയിമിന്റെ റൂൾസ് ഒക്കെ ബ്രേക്ക് ചെയ്തിട്ട് ആര്യം മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നിർഭാഗ്യവശാലല്ല, അത് അവന്റെ ഭാഗ്യമാണ്. ബിഗ് ബോസ് അവന് കപ്പ് കൊടുക്കാന്ന് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം, നമ്മളവിടെ കഷ്ടപ്പെട്ട് നിൽക്കുക. ഇവൻ ഷൂ പൊക്കി കൈ ഒരു വട്ടം എങ്ങനെ ചെയ്ത് അവിടെ പിടിച്ച് നമ്മൾ ഷൂ പൊക്കി. ഞാനത് ഇവനോട് ഫൈറ്റ് ചെയ്തല്ലോ ആര്യനോട്. അപ്പൊ ആര്യം പറഞ്ഞില്ല ഞാൻ ഷൂ പൊക്കിയില്ല, അങ്ങനെ എന്നെ ഔട്ടാക്കാൻ നോക്കണ്ട. ഓക്കെ, അവിടെ ഷൂ പൊക്കി എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ലൈവിൽ നടന്ന രാത്രി 12 മണിക്ക് ശേഷം നടന്ന കാര്യമായതുകൊണ്ട് ജനങ്ങളൊന്നും അറിയുന്നില്ല എന്നുള്ളതാണ്. ഇവൻ ഇപ്പോഴും ഫാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഞാൻ കാര്യമായിട്ടൊരു കാര്യം പറയട്ടെ. ഇവന്റെ PR എന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇടുന്ന PR അല്ല, ബോട്ട് പൈസ കൊടുത്ത് വാങ്ങി PR-ഉം പിന്നെ അവന്റെ വേണ്ടപ്പെട്ട ആളുകൾ അതിനകത്തിരുന്ന് പണിയെടുക്കുന്നുണ്ടല്ലോ അത് തന്നെയാണ് എന്നുള്ളതാണ്. ഒരുപാട് ഊളത്തരങ്ങൾ ഇത്രയും നാളുകൾക്കിടയിൽ ഇവൻ ചെയ്തു കൂട്ടിയിട്ടുണ്ട്. ഇവനൊരു അൺഫെയർ ഗെയിമറായിട്ട് തന്നെയാണ് കാണേണ്ടത്. ഇനി ഷൂ പൊക്കിയ കാര്യം അത് ആദ്യമായിട്ടൊരു യൂട്യൂബർ തുറന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാനാണ്. ഒന്ന് കണ്ടോക്കെ. കണ്ടില്ലേ? ഇവൻ ആദ്യം കാല് പൊക്കി, അത് കഴിഞ്ഞ് ഈ കാലും പൊക്കുന്നുണ്ട്. കാല് മാറി അടക്കം പൊക്കി വെക്കുന്നത് ഞാൻ ലൈവിൽ കണ്ടതാണ്. ഒരുപാട് ആളുകൾ അത് അവകാശപ്പെട്ടുകൊണ്ട് ഇപ്പൊ കമന്റ് ഇടുന്നുണ്ട് എന്നുള്ളതാണ്. ഞാൻ അന്ന് ആ വീഡിയോ ചെയ്ത സമയത്ത് ഞാനും ലൈവിൽ അത് കണ്ടു എന്നുള്ളത്. ഇവൻ കൈയും മാറ്റിയിട്ടുണ്ട്, കാലും മാറ്റിയിട്ടുണ്ട്, അതേപോലെ തന്നെ ചന്തിയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. തുടർന്ന് കേൾക്കാം.
ഇവർ എത്ര പ്രാവശ്യം ചൂണ്ടിക്കാണിച്ചു അത് പാടില്ലാന്ന്, ചെയ്യാൻ പാടില്ല എന്നുള്ളത് ഇവർ ചൂണ്ടിക്കാണിച്ചിട്ടും ബിഗ് ബോസ് പറഞ്ഞില്ലല്ലോ. പക്ഷെ കാല് പൊക്കാൻ പാടില്ല എന്നല്ലേ മൂവ്മെന്റ് ഉണ്ടാവാ. അതിന്റെ തൊട്ട് മുമ്പ് എന്താ പറഞ്ഞറിയോ? മൂവ്മെന്റ് പാടില്ല. അതിന്റെ തൊട്ട് മുമ്പ് ബിഗ് ബോസ് പറഞ്ഞത് നിൽക്കുന്നിടത്ത് നിന്ന് ഇറങ്ങാൻ പാടില്ല. അതെ, നിൽക്കുന്നിടത്ത് നിന്ന് അനങ്ങാൻ പാടില്ല എന്ന് ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ തൊട്ട് മുമ്പ് എന്ന് പറയുമ്പോൾ ആര്യൻ ഇളകി തുടങ്ങിയപ്പോ പിന്നെ ബിഗ് ബോസ് വേണ്ടിയില്ല. ആര്യൻ ഇളകുന്നുണ്ട്, ഈ മണ്ടന്റെ ഇളകുന്നത്, നമ്മൾ തൊത്ത് കളിക്കുന്ന എല്ലാവരും അറിയില്ലെന്ന് മനസ്സിലായി. അനുമോള് പിന്നെ ഇളകി കഴിഞ്ഞ ബിഗ് ബോസ് ചോദിക്കുമോ? കാരണം ആര്യൻ അവിടെ ഇളകിക്കൊണ്ടിരിക്കുകയാണ്. ആ നിന്ന പൊസിഷനിൽ മാറരുതെന്ന് പറഞ്ഞിട്ടുള്ളത്. ഇവരുടെ കാല് അങ്ങോട്ടും കൊണ്ട് മാറിയിട്ടുണ്ട്. ആര്യൻ എടുത്തു പൊക്കി വെച്ചിട്ടുണ്ട്, ഇവൻ കൈയെടുത്ത് മാറ്റിയിട്ടുണ്ട്. ബിഗ് ബോസ് ഇതൊന്നും കണ്ടിട്ട് മൈൻഡ് ചെയ്തില്ല എന്നുള്ളത്. ഇനി അകത്തുള്ള ആളുകൾ ഇത് മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പുറത്തുള്ള എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ആര്യൻ ഒരു കപ്പ് എന്നുള്ള പ്രോഗ്രാം ഇവിടെ തട്ടിക്കുട്ടിക്കൊണ്ടിരിക്കുക എന്നുള്ളത്. തൊട്ട് മുമ്പ് പറഞ്ഞു. എന്നിട്ട് അനുമോള് മൂവ്മെന്റ് ചെയ്തു, സൈഡിലോട്ട് റെസ്റ്റ് എടുത്തു, എല്ലാം ചെയ്തു. ഇവർ നിരന്തരമായി ചൂണ്ടിക്കാണിച്ചു. എന്നിട്ട് അനുമോളോട് അത് പാടില്ല എന്ന് ബിഗ് ബോസ് പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് വേണ്ടി മാത്രം മിണ്ടാതിരിക്കുന്നത് മാത്രം, കണ്ണടക്കുന്നത് മാത്രം നിങ്ങൾ എന്താ കാണാത്തത്? ഓ, ആര്യനെ കൂടെ നിന്നിട്ടാണോ ഇപ്പൊ ഷാനവാസ്ക സംസാരിക്കുന്നത്? അവിടെ ആര്യൻ ഇളകുന്നതിന് തൊട്ട് മുമ്പ് വരെയാണ് ബിഗ് ബോസ് പറഞ്ഞിട്ടുള്ളത് ഇളകാൻ പാടില്ല എന്നുള്ളത്. പിന്നെ അവൻ ഇളകി തുടങ്ങിയപ്പോ പിന്നെ ആരിളകിയാലും ബിഗ് ബോസ് ചോദിച്ചില്ല. ഇത് അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്റെ പൊന്ന ഷാനവാസക്ക. എന്താ നിങ്ങൾക്ക് ഫേവർ ചെയ്താൽ മിണ്ടാതിരുന്നൂടെ എന്നുള്ളത്? അങ്ങനെയല്ലല്ലോ. ഫസ്റ്റ് അവനാണ് ഫേവർ ചെയ്ത് കൊടുത്തോണ്ടേ ഇരിക്കുന്നത് എന്നുള്ളതാണ്. അവനൊക്കെ നൂറയ്ക്കൊക്കെ മുന്നേ ഔട്ടായി പോയ വ്യക്തിയാണ്. ആ ഒരു ഗെയിമിലും നൂറയും അതേപോലെ തന്നെ സാബുമോൻ തന്നെയാണ് വിൻ ചെയ്യേണ്ടിയിരുന്നത്. അത് നശിപ്പിച്ചിട്ട് ഇതിനെ ന്യായീകരിക്കല്ലേ? അല്ല, അങ്ങനെയാണ് ഇവൻ കൈ ഇങ്ങനെ ചൂണ്ടിയതും അതും അതിൽ പെടുത്തേണ്ട ആവശ്യമല്ല, ഒരു ചാൻസ് കൊടുക്കായിരുന്നു ഞാൻ പറഞ്ഞത്. അതന്നെ. അതായത് നിങ്ങൾക്ക് കണ്ണടച്ച് തന്നില്ലേ എന്ന സാബുമോനും കൂടി ഒന്ന് കണ്ണടച്ചു കൊടുത്തൂടെ? സംഭവം വേറൊന്നുമല്ല. ബിഗ് ബോസിന് ഉറങ്ങണം. രാത്രി 1:30-2 മണി ടൈമിൽ നടന്നൊരു കാര്യമാണ്. ഇനി നമുക്കിത് 1:30-2 മണിയാണ്, അവർക്കത് എത്ര മണിയാണെന്ന് നമുക്കറിയില്ല കേട്ടോ. കാരണം എപ്പോഴോ ഷൂട്ട് ചെയ്ത് വെച്ച പരിപാടിയാണല്ലോ ഇത്. അതുകൊണ്ട് നമ്മളെ പറ്റിക്കാനും സിമ്പിളാണ്. സമയം 3 മണി. 3 മണിയൊന്നും ആവില്ല, ചിലപ്പോൾ വൈകുന്നേരം 4 മണിയൊക്കെ ആവും. ചിലപ്പോൾ നമ്മളെ പറ്റിക്കുന്ന പരിപാടി കുറെ കാലങ്ങളായിട്ട് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും അൺഫെയർ ഗെയിം തന്നെയാണ്. ഈ ആര്യൻ എപ്പോഴോ ഔട്ടായതാണ്. ഇനി അവനെ ജയിപ്പിച്ചുകൊണ്ടിരിക്കും. ഇപ്പൊ ഒരു ടാസ്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ജനൽപാളികൾക്കിടയിലൂടെ കൈയും കാലും ഇടുന്ന ഒരു പരിപാടി. അതിനെന്ത് സംഭവിക്കും നമുക്ക് നോക്കാം. ഇപ്പൊ ഇവള് മൈക്ക് എടുക്കാൻ വന്നപ്പോഴാണ് ഇവൻ കൈ കാത്തിയത്. അല്ല, അതിന്റെ മുന്നേ കൈ എടുത്ത് പിന്നെയും കൈ എടുത്തു. അവിടെ എത്തിയപ്പോഴാണ് ഇങ്ങനെ പിടിച്ചെടുത്തോ, ഇങ്ങനെ കൈ എടുത്തോ, ഇങ്ങനെ കൈ എടുത്തോ. മൈക്കിന്റെ ടൈമിലായിരുന്നു. അതാണ് പ്രശ്നം. ഇവർ രണ്ടുപേരും അത് കണ്ടിട്ടില്ല. മൈക്കിന്റെ സമയത്തായിരുന്നു എന്നുള്ളത്. ഏകദേശം 1, 2, 3, 4 5ാമത്തെ ആളുടെ അടുത്ത് ഈ ഒരു റിങ് ഇട്ട് കൊടുത്ത് ഇറങ്ങി വരുമ്പോഴേക്ക് ഇവൻ കൈ പൊക്കിയിട്ടുണ്ടെന്നാ പറയുന്നത്. മൈക്ക് തൊട്ടടുത്താണ് ഇട്ട് കൊടുക്കേണ്ടത്. അവിടെ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചക്കും ബിഗ് ബോസ് തയ്യാറാവാൻ പാടില്ലായിരുന്നു. ആ ഒരു സീന് നമ്മളെ കാണിക്കൽ പോലും ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ പറയേണ്ടതായിട്ടില്ലല്ലോ. ഇത് ഈ ഷാനവാസ്കയും അതേപോലെ തന്നെ അതിലേയും കണ്ടിട്ടില്ല. ആകെ കണ്ട 2 വ്യക്തികൾ ഇവർ 2 പേരാണ്. അവര് ഒറ്റയ്ക്ക് ശബ്ദം ഉയർത്തിയിട്ട് കാര്യമില്ല. അനീഷ ആ സമയത്ത് ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷെ വലിയ വിഷയമാക്കിയിട്ട് അത് ഔട്ടാക്കിപ്പിച്ചതന്നെ. ആ അവസരം മുതലെടുത്തു. അവിടെ ബിഗ് ബോസ് കാണുന്നുണ്ടാവും. ബിഗ് ബോസ് അത് കാണുന്നുണ്ടാവും. അവൻ ഷൂ പൊക്കിയതും അവൻ കൈയെടുത്തതും ഒക്കെ കാണുന്നുണ്ടാവും. അവനെ പുറത്താക്കാൻ പറ്റില്ല. അവർ കപ്പ് കൊടുക്കാനുള്ളതാണ് എന്റെ പൊന്നെ ഷാനവാസ്ക. അനുമോൾ അതിനെ കുറിച്ച് സംസാരിച്ചിട്ട് കാര്യമില്ല. ഞാൻ അടുത്ത ഗെയിം വരുന്ന സമയത്ത് ശക്തമായി ഈ കൂട്ടത്തോട് കൂടിയിട്ടൊന്ന് പ്രതികരിച്ചു നോക്കി, ചിലപ്പോ നടക്കുമായിരിക്കും. അതൊന്നും ഇല്ലാത്ത നേരത്തെ അവൻ കൈ പൊക്കിയിട്ടുണ്ടെങ്കിൽ അത് അവന്റെ തെറ്റാണ്. അതൊന്നും ഇല്ലാത്ത സമയത്ത് അവൻ കൈ പൊക്കിയല്ല, അത് അവന്റെ തെറ്റാണ്. ഞാൻ എനിക്ക് അവിടെ തെറ്റി ലാസ്റ്റ്. അതെ, ഒരു പൊട്ടത്തരം ചെയ്തു പോയതാ. അവനായിട്ടൊന്ന് ഗെയിം കളിച്ചതാണ്. ആ ഗെയിമില് മറ്റേ ഗെയിം മറ്റേ തേങ്ങ മാങ്ങ നീയും പൊക്കിയിടാന്ന് കൈയൊക്കെ പൊക്കിയിട്ട് കൊളാക്കിയതാണ്. പക്ഷെ ആ ഗെയിമിൽ എപ്പോഴോ സാബുമോൻ ജയിച്ചതാണ്, ആര്യൻ തോറ്റതാണ്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാലോ. നമ്മളെന്തായാലും അവനെ ജയിപ്പിക്കാനൊന്നും പോകുന്നില്ല. അവൻ നോമിനേഷനിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് വോട്ടും നമ്മൾ കൊടുക്കില്ല. അത് അത്രയേ ഉള്ളൂ. അവിടെ ഡിസർവ് ആയ ആളുകൾക്ക് മാത്രമേ നമ്മളെല്ലാവരും വോട്ട് ചെയ്യുള്ളൂ. ഈ തീരുമാനമാണ് നിങ്ങൾ എല്ലാവരും എടുക്കേണ്ടത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഒരു ക്ലിപ്പും കൂടി ഉണ്ട്, ഒരു മോട്ടിവേഷൻ. കൂട്ടമായിട്ട് പറയേണ്ട സ്ഥലമാണെങ്കിൽ കോമൺ ആയിട്ട് ബാധിക്കുന്ന, നമ്മളെല്ലാവരും ബാധിക്കുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒരേ സ്ഥലത്തിൽ സംസാരിക്കും. അതാണ് ഒരു സംഘടനാ ശക്തി. സംഘടനാ ശക്തി അതാണ്. അടുക്കള കേസിനല്ലാതെ ഇവർ ഇങ്ങനെ ശബ്ദം ഉയർത്തുന്നത് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ വെറുതെ കുൽസിതത്തിന്റെ പേരിലൊക്കെയാണ് തല്ലുണ്ടാക്കുന്നത്. ദയവ് ചെയ്ത് ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുക. ഇപ്പൊ ഫിനാലയിലേക്ക് അടുക്കുകയാണ്. അൺഫെയർ ആയിട്ട് ഗെയിം കളിക്കുന്ന ആ മനുഷ്യൻ ജയിച്ചു കഴിഞ്ഞാൽ മൊത്തത്തിൽ ഈ സീസൺ തന്നെ കയ്യിൽ നിന്ന് പോയി എന്ന് പറയേണ്ടി വരും. മുഴുവൻ കൈ തന്നെ കിടക്കണം. എന്നാലും പറയുകയാണ്,
അൺഫെയർ ഗെയിമർ തന്നെയാണ്. അവിടെയുള്ള കോയിന് കട്ടെടുത്തു, ലാലേട്ടൻ ചോദിച്ചില്ല. അതുകൂടാതെ തന്നെ പല രീതിയിലുള്ള ഉടായ്പകളോടെ കാണിച്ചു, ലാലേട്ടൻ ചോദിച്ചില്ല. തെറികൾ ഡബിൾ മീനിങ് പറയുന്നു, ലാലേട്ടൻ ചോദിക്കുന്നില്ല. ഇവൻ ലാലേട്ടന്റെ മുന്നിൽ നീച്ചു നിന്നിട്ട് കാണിക്കുന്ന കോമാളിത്തരങ്ങൾ ആരും ചൂണ്ടിക്കാണിക്കില്ല. നിരന്തരമായിട്ടുള്ള ഊളത്തരങ്ങൾ ആരും ചൂണ്ടിക്കാണിക്കുന്നില്ല. അതിൽ നിന്നെല്ലാം ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഇത് ബിഗ് ബോസിന്റെ നാടകം തന്നെയാണ്. ആര്യനൊരു കപ്പ് എന്ന് തന്നെയാണ് ബിഗ് ലൂസ് എന്ന് പറയുന്ന ഈ പരിപാടിയുടെ പ്രധാന ലക്ഷ്യം. നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് സൈനിങ് ഓഫ്.